കലാഭവനിൽ എങ്ങനെ എത്തി? കലാഭവനിൽ ഞാൻ ഒരു സ്ഥലത്ത് ഇരിഞ്ഞാലക്കുട മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാനമേളയുടെ ഇന്റർവെല്ലിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കലാഭവനിലുള്ള ഹിന്ദി പീറ്റർ ഗായകൻ ആളെന്റെ പരിപാടി കണ്ടു. അന്ന് ഞാൻ ഒറ്റ ട്രൂപ്പിൽ ഞാൻ പോയിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് 2.5 മണിക്കൂർ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ പീറ്ററേട്ടൻ എന്റെ കയ്യിൽ നിന്ന് അഡ്രസ്സ് വാങ്ങി. അങ്ങനെ ഞാൻ കലാഭവനിൽ അറിയിക്കാം. അങ്ങനെ പീറ്ററേട്ടനും അഡ്രസ്സ് കൊണ്ടുകൊടുത്തു. പിന്നെ എന്റെ തൊട്ടടുത്തുള്ള എന്റെ ഒരു അണ്ണൻ എന്ന് ഞാൻ വിളിക്കാറുണ്ട്, നൗഷാദ് എന്ന് പറഞ്ഞ ആളും എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ഒരിക്കലും ഇന്റർവ്യൂവിന് വിളിച്ച് ഞാൻ ഗാനമേളയുടെ കൂടെ 2 പരിപാടിക്ക് പോയി പറഞ്ഞു. പിന്നെ കുറച്ചാളത്തേക്ക് എന്നെ വിളിച്ചില്ല പരിപാടിക്ക്. പിന്നെ എന്നെ ഞാൻ വിചാരിച്ചു എന്നെ കലാഭവനിൽ വിട്ടു എന്ന് വിചാരിച്ചു. അതിനുശേഷം ഗാനമേളയിൽ ഞാൻ കളിച്ചിരുന്ന പിന്നെ എന്നെ വിളിപ്പിച്ചപ്പോൾ പിന്നെ മിമിക്സ് പരേഡിലാക്കി. ഇപ്പോൾ മിമിക്സ് പരേഡിലെ ഒരു അംഗമാണ് ഞാൻ.